നമസ്കാരം. എയിംസ് BSc നഴ്സിംഗിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിവരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി അടക്കമുള്ള എയിംസുകളിലെ BSc നഴ്സിംഗ് പ്രോഗ്രാം എൻട്രൻസ് എക്സാം ജൂൺ 1-ാം തീയതി നടക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് എക്സാം ടൈം. അപ്പോൾ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്ട്രേഷൻ ID, പേര്, സെൻറ്ററിൻ്റെ കോഡ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ അതിനകത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റിപ്പോർട്ടിംഗ് ടൈം, ഇപ്പോൾ 9 മണി മുതൽ 11 വരെയുള്ള പരീക്ഷയ്ക്ക് 6:30 റിപ്പോർട്ട് ചെയ്യണം. എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ്. 8:30 എൻട്രി ക്ലോസ് ചെയ്യും. അതായത് 8:30 കഴിഞ്ഞ് ചെല്ലുന്ന ആർക്കും പിന്നെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഹാൾ ടിക്കറ്റിൽ പരിശോധിച്ച് നോക്കേണ്ടതാണ്. പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നത് 2 സാധനങ്ങൾ മാത്രമാണ്. ഒന്ന്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിറ്റ് കാർഡ്. ഈ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ ഉണ്ടോ എന്നും കൂടിയും, ഫോട്ടോ എടുത്ത ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഉണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് അഡ്മിറ്റ് കാർഡ്, മറ്റൊന്ന് വാലിഡ് ID പ്രൂഫാണ്. വാലിഡ് ID പ്രൂഫായിട്ട് പറഞ്ഞിരിക്കുന്ന ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് ഒറിജിനലാണ് വേണ്ടത്. പാസ്പോർട്ട് ഒറിജിനൽ വേണം. വോട്ടേഴ്സ് ID ഒറിജിനൽ, പാൻ കാർഡ് ഒറിജിനൽ, ഡ്രൈവേഴ്സ് ലൈസൻസ് ഒറിജിനൽ, 12th ക്ലാസ് നാഷണൽ സ്റ്റേറ്റ് ബോർഡ് ഹാൾ ടിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ള ഒറിജിനൽ. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോ ഉള്ള ഒറിജിനൽ ഇത് തന്നെ കൊണ്ടുപോകണം. പലരും അറ്റസ്റ്റ് കോപ്പിയൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് അനുവദനീയമല്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അതിനകത്ത് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതും കൂടി, ആ പേജ് കൂടി പ്രിൻ്റ് എടുത്ത് പ്രത്യേകമായി വായിച്ച് നോക്കേണ്ടതാണ്. പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഹിബിറ്റഡ് ഐറ്റം, അതായത് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ, പേജർ, കാൽക്കുലേറ്റർ, ഇത്തരത്തിലുള്ള കുറേ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷൂ, ഫുട്വെയർ വിത്ത് തിക്ക് സോൾസ്, ലാർജ് ബട്ടൺ ഉള്ളത്, ക്ലോത്തിങ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ദ ആംബിയൻറ്റ് വെതർ, കോപ്പിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ്, കോപ്പി ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടുള്ളതല്ല. പരീക്ഷാ ദിവസം മനസ്സിലാക്കിയിട്ട് ഹാൾ ടിക്കറ്റുമായി പരീക്ഷാ ഹാളിൽ നിശ്ചിത സമയത്ത് തന്നെ എത്തിച്ചേരുക. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കനത്ത മഴയും റോഡ് പണികളും ട്രാഫിക് തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പലരും എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ വളരെ വൈകിയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ പരീക്ഷയിൽ അതുണ്ടാകരുത്. അതൊന്നും യാതൊരുവിധ ട്രാഫിക് തടസ്സങ്ങളോ മഴയോ കാറ്റോ ഒന്നും പരീക്ഷയുടെ സമയത്തിനെ ബാധിക്കുന്നതല്ല എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. 1 മിനിറ്റ് വൈകിയാൽ പോലും പ്രവേശനം ലഭിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിക്കപ്പെട്ടുകൊണ്ട് സ്ഥലം ഏതാണ് എന്ന്, സെൻറ്റർ ഏതാണ് എന്ന് നേരത്തെ മനസ്സിലാക്കി, അങ്ങോട്ടുള്ള ദൂരവും യാത്രാ മാർഗങ്ങളും മനസ്സിലാക്കി നേരത്തെ തന്നെ സെൻറ്ററിൽ എത്തിച്ചേരാനും, പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വാലിഡ് പ്രൂഫ് ID ഒറിജിനലുമായി നേരത്തെ എത്തിച്ചേരുക. പരീക്ഷകളെ ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിച്ച് ടെൻഷനൊന്നുമില്ലാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. താങ്ക് യു.